ഹലോ ഫ്രണ്ട്സ്, വണ്ടി മഹേന്ദ്ര സൈലോ ആണ്. സൈലോ 2011 മോഡൽ വണ്ടി ഏകദേശം 3,55,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിലിപ്പോൾ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ പറഞ്ഞത് മറ്റേ ഒരു എയർ അടിക്കുന്ന സൗണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. പൂന്ന് പറഞ്ഞിട്ട് എയർ അടിക്കുന്ന സൗണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ ബ്ലാക്ക് സ്മോക്ക് ഹെവി ആയിട്ട് തള്ളുന്നുണ്ടെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. പുള്ളിങ്ങിന് വലിയ വിഷയമില്ല. പുള്ളിങ്ങിന് ചില സമയങ്ങളിൽ ഭയങ്കര ഒരു ലാഗ് കാണിക്കുന്നുണ്ട്. പുള്ളിങ്ങിന് ചില സമയത്തൊക്കെ നല്ല പുള്ളിങ് ഉണ്ട്. പുള്ളിങ് കമ്മിയാകുമ്പോൾ മറ്റേ ബ്ലാക്ക് സ്മോക്ക് ഹെവിയായി തള്ളുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റേ പുള്ളിങ് കൂടുന്നതനുസരിച്ച് ബ്ലാക്ക് സ്മോക്ക് കുറയുന്നുണ്ട് എന്നാണ് കസ്റ്റമറുടെ കംപ്ലയിൻറ്റ്. കസ്റ്റമർ പറഞ്ഞത് ഇങ്ങോട്ട് പറഞ്ഞത് അങ്ങനെ. അപ്പോൾ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല. പക്ഷേങ്കിൽ സ്മോക്കിൻ്റെ ഇഷ്യൂസ് അപ്പം തോന്നിയില്ല, വണ്ടി ഓടിക്കുമ്പോൾ തോന്നിയില്ല. പക്ഷേങ്കിൽ സൗണ്ട് ഹെവി ആയിട്ട് എയർ പുറത്തേക്ക് പോകുന്ന സൗണ്ട് പൂന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്ന സൗണ്ട് നല്ലവണ്ണം കിട്ടുന്നുണ്ട്. ടെർബോൻ്റെ എയർ ലീക്കാകുന്ന പോലുള്ള സൗണ്ടാണ് നല്ലവണ്ണം വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വണ്ടി നമുക്ക് വർക്കിന് തന്ന് ഞാൻ രണ്ടാം വർഷം വീണ്ടും ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കുമ്പോൾ ഹെവി ആയിട്ട് ബ്ലാക്ക് സ്മോക്ക് ഉണ്ടായിരുന്നു. കസ്റ്റമർ പറഞ്ഞത് അങ്ങനെ തന്നെയായിരുന്നു. ചില സമയത്ത് ബ്ലാക്ക് സ്മോക്ക് ചില സമയത്ത് വരുന്നില്ല എന്ന്. ടെസ്റ്റ് ഡ്രൈവ് അടിക്കുമ്പോൾ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ പിന്നീട് ഞാൻ ഓടിച്ച് നോക്കുമ്പോൾ ഹെവി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബ്ലാക്ക് സ്മോക്ക് ഹെവി ആയിട്ട് ഇതാവാണ്. ഇതിപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തതിൽ വണ്ടിയുടെ ഉള്ളിൽ മൊത്തം കരിപ്പൊക്കെ ആയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് കയറ്റാതെ ഞാൻ ഒന്ന് റേസ് ചെയ്ത് നോക്കിയതല്ലേ, ഇത് മൊത്തം കരിയാണ്. വണ്ടിയുടെ ഉള്ളു കംപ്ലീറ്റും കരിയുടെ അംശമായി, മനസ്സിലായോ? അപ്പോൾ ഞാൻ ഗ്ലാസ് ഫുള്ളായിട്ട് 4 താത്തിയിട്ടിട്ടായിരുന്നു റേസ് ചെയ്തത്. അപ്പോഴത്തേക്കും ഹെവി ആയിട്ട് അടിച്ച് ഉള്ളിലേക്ക് മൊത്തം കംപ്ലീറ്റും വന്നു. ഹെവി ആയിട്ട് ബ്ലാക്ക് സ്മോക്ക് തള്ളുന്നുണ്ട്. അപ്പോൾ ഇത് കൂടുതലും കംപ്ലയിൻറ്റ് വരുന്നത് എയർ ഫുൾ റേഷ്യോ കറക്റ്റ് ആകാതെ വരുമ്പോഴാണ് ഈ സ്മോക്ക് കൂടുതലായിട്ടും വരുന്നത്. പിന്നെ ടർബോയുടെ ഇഷ്യൂ ഉണ്ടെങ്കിലും വരും. EGR കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ സെയിം ബ്ലാക്ക് സ്മോക്ക് ഹെവി ആയിട്ട് തള്ളും. ഈ 3 കാരണം കൊണ്ട് ബ്ലാക്ക് സ്മോക്ക് ഹെവി ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ ടർബോൻ്റെ ഇൻ്റർകൂളറിൻ്റെ അവിടെ നിന്ന് എയർ ലീക്ക് ആകുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ അഴിച്ചു വെച്ചിരിക്കുകയാണ് ടർബോ അല്ല ഇൻ്റർകൂളറിൻ്റെ അവിടെ നിന്ന് ഹെവി ആയിട്ട് ഓയിലും ലീക്ക് ആകുന്നുണ്ട്. ഇവിടെ നിന്ന് ഓയിലും ലീക്ക് ആകുന്നുണ്ട്. ടെർബോ എന്ന് വരുന്ന ചെറിയ ഓയിലിൻ്റെ അംശം നേരെ താഴത്തേക്ക് പുറത്ത് തള്ളുകയാണ്. നോക്കുമ്പോൾ ഈ ഇൻ്റർകൂളർ ശരിക്കും പൊട്ടിയിട്ട് 2 പീസായി നിൽക്കുന്നുണ്ടല്ലേ, വേണ്ട. ഈ പീസായി നിൽക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള എയർ ടർബോന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എയർ കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്തേക്ക് പോകില്ല. എന്ന് വെച്ചാൽ എഞ്ചിനിലേക്ക് പോകില്ല, ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് പോകില്ല. ഇവിടെ തന്നെ ഏറെക്കുറെ എയർ കംപ്ലീറ്റും ഔട്ടാവും. പിന്നെ ഇവിടെ സക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇവിടെ നിന്ന് വരുന്ന പ്രഷറും കൊണ്ട് ഒരു അളവിലുള്ള എയർ എന്തായാലും എഞ്ചിനിലേക്ക് പോവും, അത് കൺഫേം ആയിട്ട് പോവും. പിന്നെ വരുന്ന ഒരു പ്രഷർ, ഇതിനുള്ളിലൊരു പ്രഷർ ആകുമ്പോൾ ഇതിന്ന് പുറത്തേക്ക് മൊത്തം പുറത്തേക്ക് പോകും. പുറത്തേക്ക് തന്നെ നമ്മൾ ഹെവി ആയിട്ട് ആക്സിലേഷൻ കൊടുക്കുന്ന സമയമുണ്ടല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്റി ഓവർടേക്ക് ചെയ്യുക അങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ വരുമ്പോഴാണ് കൂടുതലായിട്ട് എയർ കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് പോകുന്നത്. നോർമലി ഇങ്ങനെ സാധാരണ റണ്ണിങ്ങിൽ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. നമുക്ക് അപ്പോൾ ആ ടർബോൻ്റെ അത്ര വലിയ ആവശ്യം അതിനകത്ത് വരില്ല. നമുക്ക് ഈ റേസ് ചെയ്ത് തേർഡിന് സെക്കൻഡിലിട്ട് വലിപ്പിക്കുമ്പോഴൊക്കെയാണ് ടർബോൻ്റെ യൂസ് ശരിക്കും നമുക്ക് വണ്ടിക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ എയറിലേക്ക് കൂടുതൽ സൗണ്ട് വരുന്നത്, അതുപോലെ സ്മോക്കുകൾ ഹെവി ആയിട്ട് വരുന്നത്. അപ്പോൾ എയർ ഫുൾ റേഷ്യോ കറക്റ്റല്ല. മറ്റേ ഉള്ളിൽ ഡീസലിൻ്റെ അളവ് കൂടും, ചിലപ്പോൾ എയറിൻ്റെ അളവ് കൂടും. അങ്ങനെ ആകുമ്പോൾ അത് കാർബണായിട്ട് മാറും. നമ്മളിപ്പോൾ പുറത്തൊക്കെ ഒരു പേപ്പറിലോ ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡീസൽ വെച്ച് തീ കത്തിച്ച് കഴിഞ്ഞാൽ അത് കാർബണിൻ്റെ അംശം കൂടുതലാണ്. അതുപോലെ ഉള്ളൊരു അവസ്ഥ എഞ്ചിനകത്ത് വരും. അങ്ങനെ വരുമ്പോഴാണ് ബ്ലാക്ക് സ്മോക്ക് ഹെവി ആയിട്ട് തള്ളുന്നത്. പക്ഷേ എങ്കിൽ ഈ വരുന്ന എയറിൻ്റെ അംശവും അതുപോലെ ഫ്യൂവലിൻ്റെ അംശവും എല്ലാം കറക്റ്റ് റേഷ്യോയിലാണെന്നുണ്ടെങ്കിൽ ഈ സ്മോക്കിൻ്റെ പ്രശ്നം അധികം കൂടുതൽ നമുക്ക് അനുഭവപ്പെടില്ല. അപ്പോൾ ഇതിൽ കംപ്ലയിൻറ്റ് വന്നത് ഇതാണ്, ഇൻ്റർകൂളറാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ ഇൻ്റർകൂളർ നമ്മൾ എടുത്തിട്ടുണ്ട് തന്നെ, അല്ല അതർമേക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് ഇൻ്റർകൂളർ ഓപ്പൺ ചെയ്തിട്ടില്ല, ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു. ഇതാണിപ്പോൾ ഇൻ്റർകൂളർ വരുന്നത്. ഇത് പഴയ ഇൻ്റർകൂളർ, ഇത് പുതിയ. നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെയൊക്കെ പൊട്ടലുണ്ടെന്ന് നമുക്ക് അലുമിനിയം വെൽഡ് അടിച്ച് സെറ്റ് ചെയ്ത് കയറ്റാൻ പറ്റും. പക്ഷേ ഈ കടയോടുകൂടി പൊട്ടിയത് കൊണ്ട് ഈ ഭാഗത്ത് ഫുള്ളായിട്ട് പൊട്ടി ഉള്ളിലേക്കും കട്ടായിട്ടുണ്ട്. ആ കട്ടായതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇത് വെൽഡ് അടിക്കാനോ വെൽഡ് അടിച്ച് കയറ്റാനോ ഒന്നിനും പറ്റില്ല. എത്രത്തോളം നമ്മൾ ബാക്കിയുള്ള എന്ത് പരിപാടി ചെയ്താലും ഇതിൽ നിൽക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സൈലൻ്റൊക്കെ ടർബോ എന്ന് വരുന്ന മഹേന്ദ്രയുടെ ടർബോ എന്ന് വരുന്ന എയർ എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറാണ്. നമുക്ക് സ്വിഫ്റ്റിന് വരുന്നത് പോലെയൊന്നുമല്ല, ഹൈ പ്രഷറായിട്ട് ഹെവി ആയിട്ട് നല്ല പ്രഷറിലായിരിക്കും വരുന്നത്. ആ പ്രഷറിൽ നമുക്ക്
നമുക്ക് എന്ത് തന്നെ ഇതിൽ അലുമിനിയം വെൽഡ് അടിച്ച ഒരു വിധത്തിൽ നിൽക്കും. ബാക്കി എന്ത് പരിപാടി ഇതിനകത്ത് ചെയ്താലും സംഭവം സക്സസ് ആവില്ല. നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. അപ്പം നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള പുതിയത് മേടിച്ചിടുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കംപ്ലീറ്റ് ഇതിനകത്ത് സെറ്റ് ചെയ്യണം. നാല് മൗണ്ട് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. 4 മൗണ്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്താൽ മാത്രം മതി. വേറെ പ്രത്യേകിച്ച് ഒന്നും നോക്കാനൊന്നും ഇല്ല അതിനകത്ത്. ഇത് പുതിയതായതുകൊണ്ട് വേറെ ലീക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കറക്റ്റായിട്ട് കയറ്റിയാൽ മതി. അപ്പോൾ എന്തായാലും നമുക്കിത് അതിനകത്ത് മൗണ്ട് ചെയ്യാം. മൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് വാഷറും ബുഷൊക്കെ ഇതിനകത്ത് ഉണ്ടാകാൻ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വൈബ്രേഷൻ ഹെവി ആയിട്ട് വരാൻ സാധ്യത കൂടുതലാണ് ഇതിനകത്ത്. എഞ്ചിൻ വൈബ്രേഷൻ, ടർബോൻ്റെ വർക്കിംഗ് എല്ലാം കൂടെ ആകുമ്പോൾ വൈബ്രേഷൻ വരാൻ സാധ്യത കൂടുതലാണ്. നമ്മളിപ്പോൾ പൈപ്പും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഹോസ് കംപ്ലീറ്റും ടൈറ്റ് വെക്കണം. അത്യാവശ്യം നല്ല ടൈറ്റ് തന്നെ ഈ ക്ലിപ്പ് വെക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ഹെവി ആയിട്ട് വരുന്നത് കൊണ്ട് പുറത്തേക്ക് തള്ളാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ടൈറ്റ് തന്നെ ഇതിനകത്ത് വെക്കണം. ടൈറ്റ് വെച്ചിട്ട് ഇപ്പം മൗണ്ടിങ് ബോൾട്ട് 4. നമുക്ക് ഈ ക്ലിപ്പൊന്ന് മാറ്റി വിടണം കേട്ടോ. ക്ലിപ്പ് ഇത്തിരി സ്ലിപ്പുണ്ട്. ക്ലിപ്പൊന്ന് മാറ്റി വിടണം. നമുക്ക് വണ്ടി ഇത് സെറ്റ് ചെയ്തിട്ട് വണ്ടി ഓടിച്ചതിന് ശേഷം നമുക്ക് ആ ക്ലിപ്പൊന്ന് മാറ്റി വിടാം. എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ബുഷ് വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ, ഈ ബുഷ് വരുന്ന ഭാഗങ്ങളിൽ ഹെവി ആയിട്ട് ടൈറ്റ് ചെയ്യാതിരിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെബിലൈസർ ലിങ്ക് റോഡ് അതുപോലെ ഈ ബുഷുകൾ വരുന്ന ഭാഗങ്ങളിലൊക്കെ ഹെവി ആയിട്ട് നമ്മൾ ടൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആ ബുഷ് പരമാവധി ചുരുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു വൈബ്രേഷൻ എടുക്കുന്ന ഒരു ഡാമ്പിങ്. റബ്ബർ ബുഷ് വെക്കുന്നത് തന്നെ ഒരു വൈബ്രേഷൻ ഡാമ്പിങ് എടുക്കാൻ വേണ്ടിയിട്ടാണ് റബ്ബർ ബുഷ് നമ്മളവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെബിലൈസർ ലിങ്ക് റോഡ് ഈ കോളിസിന് അതുപോലെ പിക്കപ്പിന് അങ്ങനെ ഇന്നോവയ്ക്ക് ഇങ്ങനെയൊക്കെ വരുന്ന വണ്ടികൾക്കൊക്കെ നമ്മൾ സ്റ്റെബിലൈസർ ലിങ്ക് റോഡിൽ ആ ബുഷ് ഉണ്ടല്ലോ പരമാവധി അങ്ങ് ചിലർ നല്ലോണം ടൈറ്റ് വയ്ക്കും. ഞാൻ സർവീസിന് വരുന്ന ചില വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ട്, നല്ലോണം ടൈറ്റ് ചെയ്ത് അങ്ങ് വയ്ക്കും. ഹെവി ആയിട്ട് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ
പെട്ടെന്ന് തന്നെ ആ ബുഷ് പൊട്ടിപ്പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഡാമ്പിങ്, ആ വൈബ്രേഷൻ എടുക്കാനാണ് ആ ബുഷ് തന്നെ അവിടെ സെറ്റ് ചെയ്യുന്നത്. ആ പരമാവധി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബുഷ് പരമാവധി നീങ്ങി അത് ഫുള്ളായിട്ട് കഴിഞ്ഞു. പിന്നെ അവിടെ ഒരു ഡാമ്പിങ്ങിൻ്റെ, ആ ബുഷിൻ്റെ ഒരു ഡാമിങ്ങിൻ്റെ ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു പ്രവർത്തനം അവിടെ നടക്കണില്ല. അപ്പോൾ ഒരു ഹെവി ആയിട്ടൊരു അടി വന്നാൽ ആ ബുഷ് അങ്ങ് പൊട്ടിപ്പോകും. അപ്പോൾ ഈ ബുഷുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ എവിടെയൊക്കെ വരുന്നു അവിടെയൊക്കെ നമ്മൾ ഒരു അളവ് ടൈറ്റ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ആ ബുഷിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാനുള്ളൊരു സ്പേസ് അതിനകത്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ബുഷ് പെട്ടെന്ന് പൊട്ടിപ്പോകാനും വീണ്ടും ഡാമേജ് ആകാനും സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ മറ്റേ ലോഗണിനൊക്കെയാണ് ഈ മെയിനായിട്ട് സംഭവിക്കുന്നത്. നമ്മൾ ആ ഒരു ബോൾട്ടിലാണ് എല്ലാം ബുഷിലാണ് ആ ലിങ്ക് റോഡ് കംപ്ലീറ്റ് നിൽക്കുന്നത്. അതിൽ പരമാവധി ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ചാട്ടം ചാട്ടിയാൽ മതി, ആ ബുഷുകൾ കംപ്ലീറ്റ് പൊട്ടിപ്പോകും. കട 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 കട. നമുക്ക് ചിലപ്പോൾ ഇവിടെ നിന്ന് ഓടിക്കുമ്പോൾ സൗണ്ട് കിട്ടില്ല. കസ്റ്റമർ എങ്ങാനും കൊണ്ടുപോയി കൊണ്ട് ഒരു മറ്റേ കുണ്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ കുഴിയിലോ പോയി കൊണ്ട് കപ്പ് അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് സൗണ്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് പെർഫോമൻസ്. അപ്പോൾ നമ്മളിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ പുള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക പുള്ളിങ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ടർബോ നേരത്തെ മാറിയിട്ടുണ്ട്. നമ്മൾ തന്നെയാണ് ചെയ്തത്. ടർബോ ഇതിനകത്ത് ഓയിൽ ലീക്ക്, ഹെവി ആയിട്ട് ഓയിൽ ലീക്കായിട്ട് കോറ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പണിത് അങ്ങനെ അത്ര പെട്ടെന്ന് സക്സസ് ആവില്ല ഇതിൻ്റെ മറ്റേ ടർബോ ഒന്നും. വീണ്ടും കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പുതിയത് മാറ്റുകയാണ് ചെയ്തത്. ടർബോ ഒരു ഏകദേശം ടർബോ മാറ്റിയിട്ട് ഏകദേശം ഒരു 3000-4000 കിലോമീറ്റർ ആവും ടർബോ മാറ്റിയിട്ട്. അപ്പോൾ നമ്മൾ പക്ഷേങ്കിൽ ഇൻ്റർകൂളറിൻ്റെ ഈ പ്രശ്നം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ അപ്പോഴും ഇൻ്റർകൂളറിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടാവാം. ചിലപ്പോൾ ഈ എന്താ പറയുക, പഴയ ടർബോയിൽ ഓടി ആ ഓയിൽ ബ്ലോക്കായിട്ട് ഇൻ്റർകൂളർ ചിലപ്പോൾ നമുക്ക് എത്ര ക്ലീൻ ചെയ്താലും ചിലപ്പോൾ ക്ലീൻ ആവില്ല. അപ്പോൾ നമ്മൾ പുതിയ ടർബോ കയറ്റുമ്പോൾ പ്രഷർ താങ്ങാതെയും ഈ ഇൻ്റർകൂളർ പൊട്ടാനും സാധ്യത ഉണ്ട്. മനസ്സിലായില്ലേ? എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ ടർബോ ഇടുമ്പോൾ ഹൈ പവറിലായിരിക്കും വരുന്നത്. ജെറ്റ് പോകുന്ന മാതിരിയായിരിക്കും ഇതിൻ്റെ. ഈ മഹീന്ദ്രയുടെ ഒക്കെ നല്ല പ്രഷറാണ് ടർബോന്, നല്ല പവറാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെയും പൊട്ടാനും ചാൻസ് കൂടുതലാണ് അതിന്. മെയിനായിട്ട് ഈ സൈലോ കോണ്ടോ അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ഇൻ്റർകൂളർ പെട്ടെന്ന് പോകാൻ ചാൻസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ്. പ്രഷർ ഹെവിയാണ് ഇതിൻ്റെ മറ്റേ ടർബോയിലും മാനിഫോൾഡിലും വരുന്ന പ്രഷറുകൾ. അതുകൊണ്ട് ആ ക്ലിപ്പ് കാര്യങ്ങൾ ഹോസുകളൊക്കെ ഹെവി ക്ലിപ്പുകളും ഹോസുകളാണ് ഇതിനകത്ത് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രഷർ ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വന്നായിരിക്കും. അപ്പോൾ നമ്മൾ അന്ന് ഓടിക്കുമ്പോൾ ചെറിയൊരു വിസ്ലിംഗ് നോയ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടർബോൻ്റെ ഒരു പുതിയ ടർബോ വയ്ക്കുമ്പോൾ ഒരു വിസ്ലിംഗ് നോയ്സ് വരും, ഒരു എന്ന് പറഞ്ഞിട്ട്. അത് കുറച്ച് ഓടിയാലേ അത് ഇതാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർ വർക്ക് ചെയ്യുന്നതിൻ്റെ സൗണ്ടാണ് ആ വരുന്നത്. പക്ഷേ ഈ ഒരു സൗണ്ട് ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. എയർ ലീക്ക് ആകുന്ന പോലുള്ളൊരു സൗണ്ട് ഉണ്ടായിരുന്നു. ഹെവി സൗണ്ടാണ്. കസ്റ്റമർ വിചാരിച്ചത് അതും ടർബോൻ്റെ തന്നെയാണ് കുറച്ച് ഓടുമ്പോൾ സെറ്റാകുന്നത് വിചാരിച്ചു. പിന്നെ ഓടിച്ച് വന്നപ്പോഴാണ് നമ്മൾ പറഞ്ഞത് എന്താണെന്നുള്ളത് നോക്കണമെന്ന് പറഞ്ഞ് ഇട്ടത്. നോക്കുമ്പോൾ ഇൻ്റർകൂളറായിരുന്നു പ്രശ്നം. ഇപ്പോൾ ഒറ്റ സൗണ്ടില്ല, എൻജിൻ സൗണ്ട് മാത്രമേ ഉള്ളൂ. ഒരു എയർ ലീക്കിൻ്റെയോ ഒരു വിസ്ലിംഗ് നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ പക്ക പുള്ളിങ് ആയിട്ടുണ്ട്. നമ്മൾ കാല് കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടി ഇങ്ങനെ തൂക്കി എടുത്ത് പോകുന്നുണ്ട്. വണ്ടി ഒരു സൈലോ നല്ല വെയിറ്റുള്ള വണ്ടിയാണ്, പക്ഷേ ഒരു കാർ പോകുന്ന മാതിരിയാണ് പോകുന്നത്. അത്രയും സ്മൂത്തായിട്ടുണ്ട് ഇപ്പം. അതുപോലെ സ്മോക്കിൻ്റെ കാര്യം എനിക്കിപ്പോൾ നോക്കാൻ പറ്റണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാണ് ഓടിക്കുന്നത്. നോമ്പായതുകൊണ്ട് നോമ്പൊക്കെ തുറന്നിട്ട് വന്നിട്ടാണ് ഞാനിപ്പോൾ ഈ വണ്ടി പണിയണത്. രാത്രി കുറച്ച് നേരം ഞാൻ ഉണ്ടാവും. ഒരു 1-2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പണിതിട്ട് ഞാൻ പോവുള്ളൂ. അപ്പോൾ ആ സമയത്താണ് പണിയുന്നത്, ഓടിച്ച് നോക്കുന്നത്. ഒരു അടിപൊളി പാമ്പ്. പയ്യാണിയാണോ? നമ്മുടെ ഈ ഏരിയയിലൊക്കെ അങ്ങനെയുള്ള പാമ്പുകളൊക്കെ കൂടുതലാണ്. അത് പോയി. അപ്പോൾ ഇപ്പോൾ വണ്ടി എൻജിൻ പക്ക സ്മൂത്തായി. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ EGR വാൾവ് അഴിച്ച് ക്ലീൻ ചെയ്തതാണ്. ഞാൻ നേരത്തെ ചെയ്തതാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻ്റർകൂളർ അഴിക്കുന്നതിന് മുന്നേ ഞാൻ EGR ഒക്കെ അഴിച്ച് പക്കയായിട്ട് ക്ലീൻ ചെയ്തു. വെച്ചാൽ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ കൂടി ആകുമ്പോൾ വണ്ടി ഇപ്പോൾ ഭയങ്കര സ്മൂത്തായിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്മോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സൈലൻസറിൽ ഹെവി ആയിട്ട് സ്മോക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ അത്രത്തോളം സ്മോക്ക് ഹെവി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് ഓടി ആ സൈലൻസറിലെ പുക പോയാൽ തന്നെ ആ സ്മോക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകുള്ളൂ. അതുവരെ ചെറിയൊരു സ്മോക്ക് എന്തായാലും അതിനകത്ത് വരും. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത് പോകുള്ളൂ. എന്ന് വെച്ചാൽ അടിഞ്ഞൂടി സൈലൻസറിൽ കംപ്ലീറ്റും ഇതായിട്ടുണ്ടാവും. അപ്പോൾ അത് കസ്റ്റമറിൻ്റെ അടുത്ത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ട് വേണം വിടാനായിട്ട്.
ഇല്ലാതെ സൈലൻസർ കംപ്ലീറ്റ് അഴിച്ച് ക്ലീൻ ചെയ്യാൻ എത്രത്തോളം ക്ലീൻ ചെയ്താലും അതിനകത്ത് ആ ഡസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അറസ്റ്റ് ആവില്ല, പോവില്ല. അപ്പോൾ ഇപ്പോൾ വണ്ടി ഓക്കെയാണ്, വണ്ടി സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല, വണ്ടി പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ പക്കയാണ്. അതുപോലെ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴും കാര്യങ്ങളും എല്ലാം നോർമലാണ്. ഇപ്പോൾ ഒന്നുകൂടെ പവർ കൂടിയെന്നല്ലാതെ ഒരു പൊടിക്കില്ല. എന്ന് വെച്ചാൽ ഇൻ്റർകൂളർ പുതിയതായതുകൊണ്ട് ബ്ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് എയർ സർക്കുലേഷൻ നേരെ എഞ്ചിനിലേക്ക് പോകും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവർ എല്ലാവർക്കും ബൈ. കമൻറ്റ് ഇടാൻ മറക്കരുത്. എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും ചോദിക്കുക, വിളിക്കുക, വാട്സപ്പ് ചെയ്യുക. എപ്പോഴും റെസ്പോണ്ട് ചെയ്യും. കോള് മാത്രം ചില സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റില്ല. വാട്സപ്പിലാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടത് അപ്പോൾ തന്നെ റിപ്ലൈ ചെയ്യുക. എന്തായാലും മെസ്സേജ് അയക്കാൻ മറക്കരുത്, കമൻറ്റ് ഇടാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.